മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് കേന്ദ്ര സഹായം എവിടെ എന്ന ചോദ്യമാണ് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന് എതിരെ ഉയരുന്നത്. ഈ ദുരന്തം ഉണ്ടായി 5 മാസം പിന്നിടുമ്പോഴും ഇതുവരെ കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. 2200 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ആവശ്യപ്പെട്ടത്. ഇത് വിശദമായ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നൽകുകയും പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ദില്ലിയിൽ എത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഇതിൻ്റെ കാര്യത്തിൽ ഈ കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാത്തത് വലിയ പ്രതിസന്ധിയാണ്. ഈ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ 214 കോടി രൂപയുടെ അടിയന്തര സഹായം കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 153 കോടി രൂപ മാത്രമാണ് നൽകുകയും ചെയ്ത്. കേരളത്തിന് സമാനമായി തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അടിയന്തര സഹായം ലഭിച്ചു എന്നത് കേരളത്തോട് ഒരു രാഷ്ട്രീയ വിവേചനം കേന്ദ്രം കാണിക്കുന്നു എന്നതിൻ്റെ സൂചനയായി പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ, അപ്പം കേരള സർക്കാർ അടക്കം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയിൽ ശക്തമായ അമർഷം നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദുരന്തം നടന്ന സമയങ്ങളിൽ ഈ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് 132 കോടി രൂപ കേന്ദ്രത്തിലേക്ക് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കത്ത് നൽകിയത്. അതായത് കേരളത്തിന് കൃത്യമായ സഹായം നൽകുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പണം ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന, കേരളത്തിൽ മാത്രമല്ല ദില്ലിയിൽ പാർലമെന്റ് കവാടത്തിൽ കേരളത്തിലുള്ള എംപിമാർ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും RSPയുടെയും ഒക്കെ എംപിമാർ ഒറ്റക്കെട്ടായി പാർലമെന്റ് കവാടത്തിൽ പ്രിയങ്കാഗാന്ധി അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ കേരളത്തിന് എത്രയും വേഗം ഈ സഹായം ലഭിക്കുന്നത് അത് അടിയന്തരമായി നൽകേണ്ടതാണ് എന്ന നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം നേതാക്കൾക്കും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് പ്രധാനമന്ത്രിയെ കാണാൻ നേരിട്ടെത്താൻ മുഖ്യമന്ത്രി അടക്കം വീണ്ടും ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. കാരണം അത്രയും വലിയ ആവശ്യമാണ് കേരളത്തിന് ഉള്ളത്. കാരണം വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായി, അതിനെ പുനരധിവസിപ്പിക്കാൻ, അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് അതിന് ഭീമമായ തുക ആവശ്യമുണ്ട്. അതിന് സ്വാഭാവികമായും കേന്ദ്ര സഹായം ഇല്ലാതെ ഒരു കാരണവശാലും ഇത് സാധ്യമാകില്ല എന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാർ അടക്കം കേരളത്തെ കുറ്റപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം കാലതാമസം വരുത്തി എന്നടക്കമുള്ള ചില വിമർശനങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. അതാണെങ്കിലും ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തോട് കാണിക്കുന്ന അവഗണന മറ്റ് പല സംസ്ഥാനങ്ങളോടും അത്തരത്തിൽ കാണിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലുള്ള എംപിമാർ നിരന്തരം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോഴും കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അവഗണന തുടരുന്നു. അതിന് വരും ദിവസങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ സഹായം എത്രയും പെട്ടെന്ന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വയനാടിൻ്റെ പുനരധിവാസം അത് വേഗത്തിലാക്കാൻ കഴിയും. വയനാട്ടിലെ ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.